കേരളത്തിൽ 1000 കോടി രൂപയുടെ തട്ടിപ്പ്. അനന്തുകൃഷ്ണൻ എന്നൊരു വ്യക്തി കേരളത്തിൽ ലേഡീസ് ഓൺ വീൽ എന്നൊരു പദ്ധതിയുമായി വരുന്നു. സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ NGO ഫെഡറേഷന്റെ മറവിലായിരുന്നു തട്ടിപ്പ്. അനന്തുകൃഷ്ണന്റെ പദ്ധതി ഇത്രമാത്രം: 2 വീലർ തയ്യൽ മെഷീൻ, മറ്റു ഉപകരണങ്ങളെല്ലാം പകുതി വിലയ്ക്ക് പണം നൽകുന്ന ആൾക്ക് കിട്ടുന്നു. സാധനത്തിന്റെ ബാക്കി തുക CSR ഫണ്ട് ഉപയോഗിച്ച് കമ്പനികൾ നൽകുന്നു. ഇതായിരുന്നു പദ്ധതി. ഈ പദ്ധതിയിലേക്ക് 6000 രൂപ രജിസ്ട്രേഷൻ ഫീസും സാധനത്തിന്റെ പകുതി വിലയും അനന്തകൃഷ്ണൻ കളക്ട് ചെയ്യുന്നു. ഇവിടെ പരാതികൾ പെരുകിയപ്പോൾ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ആരംഭിച്ചു. ഇപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇവിടെ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഒരു ദിവസം ഇന്ത്യയിൽ നിന്ന് 100 കോടി രൂപ സൈബർ തട്ടിപ്പുകാർ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിൽ 1000 കോടിയിൽ 3 കോടി രൂപ മാത്രമാണ് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ബാക്കിയുള്ളത്. ബാക്കി തുക കടൽ കടന്ന് പുറത്തേക്ക് പോയോ, മറ്റ് സംസ്ഥാനങ്ങളിലാണോ, മറ്റു വ്യക്തികളുടെ കൈവശമാണോ? ഇവിടെ രാഷ്ട്രീയത്തിലെ ചില ഉന്നതരുടെ ബന്ധം ഈ കേസിൽ ഇപ്പോഴേ പുറത്തു വന്നു കഴിഞ്ഞു. മുന്നോട്ടുള്ള പോക്കിൽ വിദേശത്തേക്ക് പണം പോയിട്ടുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള അന്വേഷണ ഏജൻസി കേസ് അന്വേഷിക്കണം. മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പ്രതിപട്ടിക നീളുകയാണെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അന്വേഷണം നടത്താൻ കഴിയുമോ? ഇവിടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പോലുള്ള ഒരു ഏജൻസി അനിവാര്യമാണോ? നിലവിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആയിരക്കണക്കിന് തട്ടിപ്പ് കേസുകളിൽ ഒന്നു മാത്രമായി അനന്തകൃഷ്ണന്റെ ഈ 1000 കോടി തട്ടിപ്പ് മാറാതിരിക്കട്ടെ.